ചെസ് എന്ന് പറയുന്ന ഗെയിമിൽ നിന്നും ഈ നമുക്ക് സ്വീകരിക്കാവുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെസൺസ് എന്തൊക്കെയാണ്? എല്ലാ കളിയും നമുക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല. അറിയില്ല മാം. എന്നാലും ഒന്ന് ഗസ് ചെയ്തു. ശ്രീ ചിത്തിര തിരുന്നു. വെരി ഗുഡ്. 100 മാർക്ക് ഞാൻ തരും. റൈറ്റ്. എന്തിനാ ഇത്ര ഇങ്ങനെ അച്ചടി പറയണത് പോലെ പറയുന്നേ? ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ചെറുതായിട്ടല്ല, നല്ല എനിക്ക് കേൾക്കാം. ഈ രണ്ട് എക്സ്ട്രീമിൻ്റെ ഇൻട്രസ്റ്റുകൾ എങ്ങനെ വന്നതിന്? ഇനി 18 സംസ്ഥാനങ്ങളുടെ ഏറ്റവും മേജർ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ 5ാമതായിട്ട് വരും. അത് പ്രധാന ഭാഗമല്ലേ നമ്മുടെ CV-യുടെ? അല്ലേ? ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ. കൺഗ്രാജുലേഷൻ. കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PSC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. May I come in, madam? Come please. Good morning, sir. Good morning, madam. Good morning, sir. Take your seat. നന്നായിട്ടിരുന്നു. Okay. Give an introduction of you. എൻ്റെ പേര് അഭിനന്ദ് എസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ റസൽപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എന്തിനാ ഇത്ര ഇങ്ങനെ അച്ചടി പറയണത് പോലെ പറയുന്നേ? ടീച്ചർ ചോദിച്ചാൽ ഇങ്ങനെയാണോ പറയുന്നത്? അല്ല, ഫ്രീ ആയിട്ടങ്ങ് പറഞ്ഞു. എൻ്റെ പേര് അഭിനന്ദ് എസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ റസൽപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ ഹോബി ഈ ചെസ്സും ലാൻഡ്സ്കേപ്പ് ആർട്ടുമാണ്. ഓക്കെ. Qualification is in English literature, isn't it? മാറനല്ലൂർ കോളേജ്. ഓക്കെ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് സെക്രട്ടേറിയറ്റിലെ ഒരു ജോലിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ മാഡം. അപ്പോൾ ഞാൻ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചെങ്കിലും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ? വിഷമമില്ലല്ലോ. ഓക്കെ. ആസ് ഫാർ as പെർ ക്യാപിറ്റ ഇൻകം ഈസ് കൺസേൺഡ്, പെർ ക്യാപിറ്റ ഇൻകം എന്താണ് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ, മലയാളത്തിൽ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഒരു രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യനെ ആ രാജ്യത്തിൻ്റെ ടോട്ടൽ വരുമാനം GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ശരാശരി വരുമാനത്തെയാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം GSD പെർ ക്യാപിറ്റ GSDP ആണ്, അതായത് പെർ ക്യാപിറ്റ സംസ്ഥാന ഇൻകം. അപ്പോൾ പെർ ക്യാപിറ്റ സംസ്ഥാന ഇൻകം കൂടിയ സംസ്ഥാനത്തിന് എന്ത് പദവി കിട്ടും? കുറഞ്ഞ സംസ്ഥാനത്തേക്കാൾ വികസിച്ച സംസ്ഥാനം എന്ന പേര് കിട്ടും, അല്ലേ? പെർ ക്യാപിറ്റ ഇൻകം ഇപ്പോൾ കേരളത്തിലെ പെർ ക്യാപിറ്റ ഇൻകം ഹയറാണ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ ഉയർന്നു നിൽക്കുന്നു വെച്ചാൽ കേരളത്തിലെ ഉയർന്ന വരുമാനം, ആ ഒരു അവസ്ഥ ഇല്ലേ? ഓക്കെ. അപ്പോൾ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്ന് പറയാമോ? കറൻറ്റ് ടേംസിലും പറയാം, അതുപോലെ കോൺസ്റ്റൻറ്റ് ടേംസിലും പറയാം. കറൻറ്റ് ടേംസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വില നിലവാരത്തിൽ എടുത്തത്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ GDP ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ നമ്മുടെ GDP കണക്ക് കൂട്ടിക്കൊണ്ട് 2011-12 ബേസിലാണ്, ഒരു ബേസ് കാണും. ആ ബേസിലേക്ക് പോകുക. അപ്പോൾ ആ ബേസിൽ പ്രൈസിലേക്ക് പോയാലാണ് പിന്നെ ബേസ് ലെവൽ, അതായത് ശരിക്ക് കോൺസ്റ്റൻറ്റ് പ്രൈസ് 2011-12 വിലയാണ് ഇപ്പോഴും നമ്മൾ GDP കണക്ക് കൂട്ടാൻ എടുക്കുന്ന കോൺസ്റ്റൻറ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് വിലക്കയറ്റത്തിൻ്റെ ഇതില്ലാതെ കിട്ടും. അതേ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ വിലയിലാണ് എടുക്കുന്നത് എങ്കിൽ അതിനെ കറൻറ്റ് പ്രൈസസ് എന്ന് പറയും. അപ്പോൾ എനിക്ക് വേണ്ടത് കോൺസ്റ്റൻറ്റ് പ്രൈസിലുള്ള കേരളത്തിൻ്റെ GSDP എത്രയാണെന്ന് പറയാമോ? മാഡം കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, ഞാനൊരു ഗസ് കറക്റ്റായിട്ടേ പറയാവുള്ളൂ. എന്നാലും ഒന്ന് ഗസ് ചെയ്തു. 1 ലക്ഷം. 1 ലക്ഷത്തേക്ക് മോളിൽ പോകും. 1 ലക്ഷത്തിൽ ഇവിടെ ഒരു ടേബിളുണ്ട് കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോഴേ
ഈ ടേബിള് ഡൗൺലോഡ് ചെയ്യണം. എവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം? ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് 2025-26 ബഡ്ജറ്റ്. അതിലെ ബി ടേബിൾ 15, ടേബിൾ 15 ബി, ടേബിൾ ബി 15, അതായത് എ ടേബിൾസൊക്കെ കേരളത്തെ മാത്രമുള്ളതാണ്. ബി ടേബിൾസ് ഇൻ്റർ സ്റ്റേറ്റ് കമ്പാരിസൺസ് ആണ് കേട്ടോ. അപ്പോൾ ആ ടേബിൾ ബി 15 ഇതെടുത്താൽ പെർ ക്യാപിറ്റ ഇൻകം എല്ലാ സംസ്ഥാനങ്ങളുടെയും കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് കേരളം ഏത് പൊസിഷനിൽ വന്നിരിക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ കേരളത്തിന് എത്രാമത്തെ പൊസിഷനാണെന്ന് പറയാമോ? 10th പൊസിഷൻ. 10th പൊസിഷനാ? അത് ശരിയല്ല കേട്ടോ. ഇത് പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന ലേറ്റസ്റ്റ് അക്കൗണ്ട്സ്, ഇത് കഴിഞ്ഞ ബഡ്ജറ്റാണല്ലോ. മനോരമ ഇയർ ബുക്ക് റെഫർ ചെയ്ത് കാണും കേട്ടോ. അപ്പോൾ ഈ മനോരമ ഇയർ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ തെറ്റാണ്. തെറ്റിപ്പോയതെന്ന് വെച്ചാൽ അവരെടുത്ത സോഴ്സ് ഏത് സോഴ്സിൽ നിന്ന് എടുക്കുന്നു അതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ കുറച്ചൊക്കെ വരാം. ഇതിപ്പോൾ ഈ ബഡ്ജറ്റിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ്. അപ്പോൾ നാച്ചുറലി നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ സോഴ്സ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ഡേറ്റ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ സോഴ്സ് ഗവൺമെൻറ് ഓഫ് കേരള 25-26 ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല, നമ്മളെടുത്ത സോഴ്സ് എൻ്റെ ഇതനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഇതനുസരിച്ച് നമ്മുടേത് 6ാമത്തെ പൊസിഷനാണ്. അതായത് മേജർ സ്റ്റേറ്റ്സ് 28 സംസ്ഥാനങ്ങളല്ലേ? ആ 28 സംസ്ഥാനങ്ങളിൽ 6ാമത്തെ പൊസിഷനാണ് നമുക്കുള്ളത്. ഇനി 18 സംസ്ഥാനങ്ങളുടെ ഏറ്റവും മേജർ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ 5ാമതായിട്ട് വരും. ഓക്കെ, അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ അത് ഇനി ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ട് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ എല്ലാ വർക്കൗട്ട് ഈ ടേബിൾ ഒരെണ്ണം അങ്ങോട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സ്പൈറൽ ബൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് അങ്ങ് പഠിക്കുക. കാരണം ഇതിൻ്റെ ആദ്യത്തെ ടേബിള് എന്താ പറയണതെന്നറിയാമോ? നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും തരികയാണ്. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ് റവന്യൂ റിസോഴ്സസ്, എന്തുമാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കുന്നു. GSDP ഒന്ന് പറയാമോ? നമ്മുടെ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന GSDP 2025-26 പ്രതീക്ഷിച്ച GSDP എത്രയാണെന്ന് പറയാമോ? കൊച്ചു കുട്ടിയല്ലേ, പെട്ടെന്ന് അങ്ങ് റിക്ലക്ട് ചെയ്ത് പറയുക. അറിയില്ല മാം. അറിയില്ല, അത് പഠിക്കണം. അതൊക്കെ പഠിക്കാതെയാണ് ഈ ടെസ്റ്റിനൊക്കെ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകാനിരിക്കുന്നത്. അതൊക്കെ പഠിക്കണം കേട്ടോ. സ്മാർട്ടായിട്ട് പഠിച്ചാൽ ഇത്രയും കൊച്ചായിരിക്കുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൽ കയറി ഭരിക്കാൻ തുടങ്ങാം. അത് മോശമായ കാര്യമാണോ? എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സിവിൽ സർവീസും ട്രൈ ചെയ്യുക, അത് മോശമല്ലല്ലോ. അതൊക്കെ ഡിറ്റർമിനേഷൻ വേണം. ഇത്ര കൊച്ചിലെ ഞാൻ ഇന്നതൊക്കെ ചെയ്തിരിക്കുമെന്ന് അങ്ങ് തീരുമാനിക്കുക. ഓക്കെ, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. അപ്പം GSDP എത്രയാണെന്ന് ഞാൻ പറയട്ടെ, കുറിച്ച് വെച്ചേക്കണം. ഓക്കെ, 14,27,145.23 കോടി. മറന്നുപോയോ? 14 ലക്ഷത്തി എഴുതടോ. 14,27,145.23 കോടി. ഓക്കെ, GSDP ഏത് വർഷത്തെ? 2025-26. അതും കൂടി കുറിച്ച് വയ്ക്കേ. പിന്നെ എപ്പോഴെങ്കിലും എടുത്തു നോക്കുമ്പോൾ ഇത് കാഷ്ടമാണെന്ന് വിചാരിക്കരുതല്ലോ. അപ്പോൾ മാരാനെല്ലൂർ സ്കൂളിൽ ഞാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് അത്. ഓക്കെ, അവിടുത്തെ കുട്ടിയാകുമ്പോൾ മിടുക്കനായിട്ട് വരണം. അത് മാത്രവുമല്ല, ഈ സാധനം ഡൗൺലോഡ് ചെയ്തിച്ച് പഠിച്ച് മിടുക്കനായിട്ട് സർവീസിൽ കയറിക്കോണം കേട്ടോ. ഓക്കെ അവനെന്ത് വിശ്വസിക്കുന്നത്? സിവിൽ സർവീസ് എൻഷ്യൂർസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗവേണൻസ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ? സിവിൽ സർവീസിൽ നമ്മുടെ എൻ്റർ ചെയ്യുമ്പോൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സർവീസിലാണ് എൻ്റർ ചെയ്യുന്നതാണെങ്കിൽ കേരളത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലാണ് ഓരോ പോളിസിയുടെ നയരൂപീകരണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കേരള ഗവർണൻസിൻ്റെ പാർട്ടായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. നമ്മുടേതായ സജഷൻസും ഒക്കെ നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.
സോ യു വാണ്ട് ടു ബി ദ പാർട്ട് ഓഫ് ദാറ്റ് വൺ അല്ലേ? ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ. കൺഗ്രാജുലേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് അഭിനന്ദനുള്ള സ്ട്രെങ്തുകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു പദവിയിലേക്ക് എത്താൻ പറ്റുന്ന എന്തൊക്കെ കരുത്തുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൽ നമ്മുടേതായ സജഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പ് എൻ്റെ പഠന സമയങ്ങളിൽ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ എൻ്റേതായ കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് ഇപ്പോൾ BA ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനും പിന്നെ ലെറ്റർ വർക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ഇതിന് സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അഭിനന്ദ് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. യു ആർ എ ഗുഡ് ടീം പ്ലെയർ. റൈറ്റ്? യെസ്, നല്ലൊരു ടീം പ്ലെയറാണ്. ഇതിൻ്റെ ചെസ് എന്ന് പറയുന്നത് എന്തുവാ? ചെസ് എന്ന് പറയുമ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഫിസിക്കലായിട്ടുള്ള ചെസ് ബോർഡ് അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചെസ് കളിക്കുന്നതാണ് ചെസ്. ഇലക്ട്രോണിക് ചെസ്സും ലാൻഡ്സ്കേപ്പിങ്ങും ഒന്ന് പ്യുവർലി ഡിജിറ്റലും ഒന്ന് പ്യുവർലി മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. ഈ രണ്ട് എക്സ്ട്രീമിൻ്റെ ഇൻട്രസ്റ്റുകൾ എങ്ങനെ വന്നു അതിനെന്തിന്? എക്സ്ട്രീം ആർട്ട് ഞാനാണെങ്കിൽ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ്? ലാൻഡ്സ്കേപ്പ് ആർട്ട്. അപ്പം ചിത്രരചനയിൽ ലാൻഡ്സ്കേപ്പ് ആർട്ട് അങ്ങനെ. അപ്പോൾ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോഴും അത് ഗുഡ് ആർട്ടിസ്റ്റ് ഓൾസോ. യെസ്. ഗുഡ്. പിന്നെ ചെസ്സ് എൻ്റെ ഒരു 15-ാം വയസ്സൊക്കെ ശേഷമാണ് ചെസ്സിനോടുള്ള ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. അപ്പം അതും കൂടെ ഹോബി ആയിട്ട്. ഓക്കെ. യു ആർ NSS വോളണ്ടിയർ ഓൾസോ? യെസ് സർ. അതിലൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ഗീതം ഉണ്ടല്ലോ, എന്താണ്? ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല സർ. ഇപ്പോൾ ഓർമ്മിക്കുക ഒരുപാട് വർഷമായി പഠിച്ചിട്ട്. ഏത് വർഷമൊക്കെ? വളരെ വളരെ ചുരുങ്ങിയ സമയമല്ലേ അയാൾ 2020-23 കോളേജിൽ നിന്ന് ഇറങ്ങിയത്. NSS പ്രവർത്തിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ. മാനവ കൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ പഠിക്കണം കേട്ടോ. ഒരു NSS വോളണ്ടിയർക്ക് NSSൻ്റെ ഗീതം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു വെയർ നോട്ട് സിൻസിയർ ഇൻ NSS എന്നാണ്. ശരിയല്ലേ? അങ്ങനെ എടുത്തുകൂടെ? അങ്ങനെ ഒരാളുടെ സെക്രട്ടേറിയറ്റ് പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും? ശരിയാവത്തില്ല. ശരിയാകാത്ത ഒരാൾ ശരിയാക്കണ്ടേ? ഒരു സാറിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പോൾ കറക്റ്റ് ആവും, നമുക്ക് ശരിയാക്കാം. സാറ് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ സെക്രട്ടറിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. അതിനാണ് ഇത് പഠിക്കുന്നത്. അഭിനന്ദേ, ഒരു സ്മാർട്ടാണ് ഇയാൾ, റൈറ്റ്? വെരി സ്മാർട്ട് ആൻഡ് വെരി സ്റ്റൈലിഷ്, റൈറ്റ്? ഗുഡ് ലുക്കിംഗ് ആൻഡ് യു സ്പീക്ക് വെരി വെൽ, റൈറ്റ്? ചെസ്സിൽ ഒരു കളിക്കാരനാണ് അല്ലേ? ചെസ്സ് നല്ലപോലെ കളിക്കും. ഈ ചെസ് എന്ന് പറയുന്ന ഗെയിമിൽ നിന്നും ഈ നമുക്ക് സ്വീകരിക്കാവുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെസൺസ് എന്തൊക്കെയാണ്? ചെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ. നമ്മുടെ ഓരോ കരുക്കളുടെ നീക്കവും ഭാവിയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന നീക്കങ്ങൾക്ക് എത്രമാത്രം നമ്മുടെ ആ കളിയുടെ വിജയത്തെ സ്വാധീനിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് എല്ലാ തലത്തിലും ഇപ്പോൾ ജോലിയിലായിരുന്നാലും അഡ്മിനിസ്ട്രേഷനിലായിരുന്നാലും ഗവൺമെൻറ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോഴും നമ്മുടെ ഭാവിയിൽ എന്തൊക്കെ ഭവിഷ്യത്തുകളും എന്തൊക്കെ ഗുണങ്ങളും അതിലുണ്ടാകാമെന്ന് നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി. എനിത്തിങ് മോർ? പിന്നെ ചെസ്സിൽ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ആവശ്യമാണ്. പിന്നെ നമ്മുടെ സ്കില്ല് ആവശ്യമാണ്. പിന്നെ റാപ്പിഡ് ചെസ് കളിക്കുമ്പോൾ നല്ല സ്പീഡും ആവശ്യമാണ്. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടത് ആവശ്യകത ഉണ്ട്. മറ്റെന്തെങ്കിലും? ചെസ്സിൽ എപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റെന്തെങ്കിലും?
പിന്നെ നമ്മുടെ നല്ല തിങ്കിങ് പ്രോസസ്സ് ആവശ്യമാണ്, പിന്നെ ഭയങ്കര പ്രിസിഷൻ ആവശ്യമാണ്. മറ്റെന്തെങ്കിലും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പറയുന്നില്ല, എല്ലാ കളിയും നമുക്ക് ജയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ലേ? അത് പ്രധാനമല്ലേ? റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനം. ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. റൈറ്റ്, അഡ്മിനിസ്ട്രേഷനിൽ നമ്മളെല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ നമ്മളെ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണല്ലോ. റൈറ്റ്, ചെസ്സിലും ഭരണത്തിലും നമ്മൾ പിന്നെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ എന്തിൻ്റെയും ഒരു വിജയമാണ്, അല്ലേ? റൈറ്റ്, വെരി ഗുഡ്. നിങ്ങൾ മിയാവാക്കി പിന്നെ വനങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യമുള്ള ആളാണ് അല്ലേ? മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിയോഗിച്ച ഒരു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗാഡ്ഗിലായിരുന്നു. പിന്നെ ഒരു മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി പ്രവർത്തകൻ ആണ്. അദ്ദേഹം എവിടെയുണ്ട് ഇപ്പോൾ? മരിച്ചുപോയി. എന്ന് മരിച്ചു? 2025. 2025 മരിച്ചോ? ഉറപ്പാണോ? അങ്ങനെ വായിച്ചതുപോലെ. ഇന്ന് പത്രം വായിച്ചോ? ചാനലുകളിലും നോക്കിയോ? ഇന്നോ? നോക്കിയില്ല അല്ലേ? സമയം കിട്ടി കാണത്തില്ല. ഇന്നലെ വൈകിട്ട് അദ്ദേഹം മരിച്ചുപോയി. ഓക്കെ, റൈറ്റ്, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ തിരുവനന്തപുരംകാരനല്ലേ അഭിനന്ദ്? ബലരാമപുരം അല്ലേ? ഈ 3 രാജാക്കന്മാരെ നിങ്ങൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെയും പൊതുവിൽ കേരളത്തിൻ്റെയും തലവര മാറ്റി വരച്ച തിരുവിതാംകൂറിലെ 3 രാജാക്കന്മാരാണ്. ഒരാൾ 18-ാം നൂറ്റാണ്ടിലെ രാജാവ്, ഒരാൾ 19-ാം നൂറ്റാണ്ടിലെ രാജാവ്, ഒരാൾ 20-ാം നൂറ്റാണ്ടിലെ രാജാവ്. ഈ 3 രാജാക്കന്മാരും വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ കുറച്ച് വർഷമായിട്ട് മരിച്ചു പോയിട്ട്. ഇതിൽ ഈ 3 രാജാക്കന്മാരുടെ പേരുകൾ പറയാൻ കഴിയും? പറയാൻ ഒരു പക്ഷേ ഊഹിച്ചാൽ പറയാൻ പറ്റുമോ? ഉണ്ടാ ഞാൻ പറയുന്നത്. 1 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 2 സ്വാതി തിരുനാൾ. വെരി ഗുഡ്. 3 ശ്രീ ചിത്തിര തിരുനാൾ. വെരി ഗുഡ്. 100 മാർക്ക് ഞാൻ തരും. റൈറ്റ്, ഈ 3 പിന്നെ രാജാക്കന്മാർ നമ്മുടെ പൊതുവിൽ തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? ആരുടെയെങ്കിലും? സാർ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പ്രധാനമായും കുളച്ചൽ യുദ്ധം, ഇന്ത്യയിൽ തന്നെ ഡച്ചിൻ്റെ പതനത്തിന് കാരണമായത് കുളച്ചൽ യുദ്ധമാണ്. അപ്പോൾ അതിന് ആ കുളച്ചൽ യുദ്ധം വിജയിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ സ്വാതി തിരുനാളാണെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരത്തും ആസ്ഥാനമായിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അച്ഛൻ KSCB-യിലായിരുന്നു. റൈറ്റ്, KSCB നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടെങ്കിലും നമ്മളിപ്പോഴും നമുക്ക് 44 നദികളുണ്ട്. നമ്മളിപ്പോഴും പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തം നേടാനാവാത്തത്? സർ, കേരളം കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ എൻവയോൺമെൻ്റൽ എൻവയോൺമെൻ്റലിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ധാരാളം പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് അതിന് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്ക് പോകാൻ കഴിയില്ല. സോളാർ ഇപ്പോൾ കേരളം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോളാറും പിന്നെ സോളാർ പവർ പ്ലാന്റ്, പിന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ആകെയുള്ള വൈദ്യുതിയുടെ എത്ര ശതമാനം നമ്മൾ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് അറിയാമോ കേരളത്തിൽ? 10% ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പോൾ പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് പറയുമല്ലോ. നമുക്ക് ഒത്തിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് 20 മുതൽ 30% വരെ പ്രസരണ നഷ്ടം കേരളത്തിൽ ഉണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഈ പ്രസരണ നഷ്ടം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മരങ്ങളും അതും ഇതും എല്ലാം അങ്ങനെ നിൽക്കുന്നു. അതൊക്കെ കാരണം കൊണ്ട് അവിടെ ഇവിടെയും തട്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും. പിന്നെ ഏറ്റവും പ്രധാനം ഈ 30% വരെ പ്രസരണ നഷ്ടം വരുന്നതിൽ ഏറ്റവും പ്രധാനം തെഫ്റ്റാണ്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിലെ തന്നെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്ന് പോലും ഇതിൻ്റെ തെഫ്റ്റിന് സഹായിക്കും. അവർ കൈമടങ്ങ് മേടിക്കും. എന്നിട്ട് ഹോട്ടലുകൾ അതുപോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മോഷ്ടിക്കാനുള്ള അവസരം, അതായത് മീറ്ററൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ഇലക്ട്രിസിറ്റി മോഷ്ടിക്കാനുള്ള അവസരങ്ങൾ, അതൊക്കെ കാരണം കൊണ്ടാണ് 30% വരെ
പ്രസരണ നഷ്ടം. അപ്പോൾ എന്താ സംഭവിക്കുക? സാർ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തുനിന്ന് ഒത്തിരി മേടിക്കും, അതും അറ്റ് വെരി ഹൈ പ്രൈസസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് സർവ്വ കൺസ്യൂമേഴ്സിനും ഉണ്ടാകും. വിലക്കയറ്റം നമ്മൾ വൺ ഓഫ് ദ ഹയസ്റ്റ് പ്രൈസസ് വി പേ ഫോർ ഇലക്ട്രിസിറ്റി ഇൻകം. ഓക്കെ, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് പെർ ക്യാപിറ്റ ഇൻകത്തെ പറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞതുമില്ല, താൻ ഒട്ട് പറഞ്ഞതുമില്ല. എത്രയാണ് കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ്? കുറിച്ച് വെച്ചോളൂ. 1,00,000 എന്നതാണ് പറഞ്ഞത്. 1,00,000 വേഗം കുറിക്കിട ഒരു പേനയെടുത്തത്. 1,61,957. 1,61,957 രൂപ പെർ ക്യാപിറ്റ ഇൻകം. 6th പൊസിഷൻ കേരളം കേട്ടോ. ഇനി ഒന്നാം പൊസിഷനിൽ ആരാണ്? അതും ഒരു തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ്, നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ് കർണാടക. അവരുടെയും കൂടി പെർ ക്യാപിറ്റ ഇൻകം എഴുതി വെച്ച് 1,86,038. 1,86,038. അപ്പം നന്നായി വർക്ക് ചെയ്യണം കേട്ടോ. ഞാനിത് കാണാതെയൊക്കെ അറിയാവുന്നതാണ്, പക്ഷെ എന്നാൽ ഈ ഫിഗറൊക്കെ ഇത് വെച്ച് രാവിലെ വർക്കൗട്ട് ചെയ്തതാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് കേട്ടോ. അപ്പോൾ ടീച്ചർ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റുഡൻ്റ് എങ്ങനെ ചെയ്യണം? പഠിക്കണം. രാത്രി ഉറങ്ങാതിരുന്ന് പഠിക്കണം ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അപ്പോൾ നന്നായിട്ട് ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. താൻ മിടുക്കനാന്ന് ഇവരൊക്കെ പറഞ്ഞു. ശരിയാ, നല്ലൊരു കൊച്ചു മിടുക്കനാണ്. പക്ഷേ ആ മിടുക്ക് നന്നായി കാണിക്കാൻ പറ്റണമെങ്കിൽ അസലായിട്ട് പഠിച്ച് ചെന്ന് അപ്പോഴാണ് നമുക്ക് തൻ്റെ ഇടം ഉണ്ടാവുക. ആരെ കണ്ടാലും നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മുടെ തല ഉയർത്തി തന്നെ പിടിച്ച് നിൽക്കാം. ഓക്കെ ഓക്കെ, എനിക്ക് ഇവർക്ക് രണ്ടുപേർക്കും തന്നെ ഒന്ന് ചാരി ഇരിക്കുക. അവനതിന് നന്നായിട്ട് ചാരി ഈ ഷോൾഡർ അങ്ങ് റിലീസ് ചെയ്തേ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ചെറുതായിട്ടല്ല, നല്ല. എനിക്ക് കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. അവനെന്തിൻ്റെ ഹാർട്ട് ഇങ്ങനെ ഡബ് ഡബ് എന്ന് പറഞ്ഞ് ഇടിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. യു ഷുഡ് റിലീസ് യുവർ ടെൻഷൻ. ഏത് ഇൻ്റർവ്യൂ ബോർഡും നിങ്ങളെ കൊല്ലാനായിട്ടിരിക്കുന്നവരല്ല, സഹായിക്കാനായിട്ടിരിക്കുന്നവരാണ്. സോ യു റിലാക്സ് യുവർ സെൽഫ്, റിലാക്സ് യുവർ ബോഡി ലാംഗ്വേജ്, ആൻസർ കംഫർട്ടബിളി. തുടങ്ങിയപ്പോൾ ഈ അച്ചടി ഭാഷയിൽ മാഡം പറഞ്ഞ കണക്ക് അച്ചടി ഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യു ആർ ടെൻസ്ഡ്. ഇപ്പം സാറ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 3 പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേര് പറഞ്ഞപ്പോൾ വളരെ ഈസിയായി പറഞ്ഞത് നിങ്ങളുടെ ടെൻഷൻ കുറേച്ചെ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അത്തരത്തിൽ ഒന്ന് റിലാക്സ് ചെയ്ത്, യു ഹാവ് എ വെരി ഗുഡ് വോയിസ് മോഡുലേഷൻ, നല്ല ശബ്ദമുണ്ട്, അത്യാവശ്യം വിഷയങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്. എക്കണോമിക്സിനകത്ത് മാത്രമേ ഉള്ളൂ ഇത്തിരി വീക്ക്. അപ്പോൾ ആ ഏരിയ പഠിക്കണം. കാരണം ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് അത് ഒരുപാട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ്, GAD, ലോയും ആണുള്ളത്. അപ്പം ഫിനാൻസിൽ നിന്ന് ചോദിക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ വരും. പ്രിപ്പയർ ഫോർ ദാറ്റ്. യു ക്യാൻ സ്കോർ വെൽ ബിക്കോസ് യു ആർ എ ഗുഡ് പ്രസൻറ്റർ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ സ്വാതി തിരുനാളിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് അങ്ങനെ ചോദിച്ചു വരികയാണെങ്കിൽ സ്വാതി തിരുനാളിൻ്റെ കീർത്തനങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം ആ സംഗീത രംഗത്ത്, ശാസ്ത്രീയ സംഗീത രംഗത്തൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നൃത്തമൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഓക്കെ, അഭിനന്ദൻ, യു ഡൺ വെൽ. താങ്ക് യു സർ. വെരി വെൽ, റൈറ്റ്. ആൻസേഴ്സിനൊക്കെ നല്ല പറഞ്ഞു. ഇക്കണോമിക്സിൻ്റെ, ഫിനാൻസും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ബജറ്റ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ബജറ്ററി പ്രൊവിഷൻസിന് വേണ്ടി നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്താലും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽസ് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ, ബജറ്ററി കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കുക, നിങ്ങൾ CV പറഞ്ഞപ്പോഴേ അച്ഛനെയും അമ്മയും പറഞ്ഞില്ല. പറഞ്ഞോ? നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, ഇന്ന സ്ഥലത്ത് പഠിച്ചു, എനിക്ക് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. മാതാപിതാക്കളെ കുറിച്ച് പറയണം, സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയണം. റൈറ്റ്, അത് പ്രധാന ഭാഗമല്ലേ നമ്മുടെ CV-യുടെ. ശ്രദ്ധിക്കണം. അത് കുഴപ്പമില്ല. ദെൻ ഈ ഐ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, എനിക്കാണ് ആൻസർ തരേണ്ടത്. അതുകൊണ്ട് എന്നെ കൂടുതൽ നേരം നോക്കണം. പക്ഷേ അതേഴ്സ് പാനലിൽ 2-3-4 പേരും കൂടെ ഉണ്ടാവും, അവരെ കൂടി നോക്കണം. കാരണം പാനലാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ പാനലാണ് ഞാൻ ചോദിക്കുന്നെങ്കിലും പാനൽ ഈസ് ആസ്കിങ് യു ക്വസ്റ്റ്യൻസ്. സോ യു ഹാവ് ടു ഗിവ് ആൻസേഴ്സ് ടു ദ പാനൽ, റൈറ്റ്? സോ യു എൻഗേജ് ദം ഓൾസോ, റൈറ്റ്? അത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ
ഈ ഡ്രസ്സ് ഈ നല്ല ഡ്രസ്സാണ്. ഈ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഫുൾ സ്ലീവ്സ് ഇട്ടുകൊണ്ട് പോയാൽ കൊള്ളാം. ഈ ഇങ്ങനെ മടക്കി വെക്കാതെ ഒന്നെങ്കിൽ ഹാഫ് സ്ലീവ് ഇടുക, അല്ലെങ്കിൽ അങ്ങനെയാണ് സാറൊക്കെ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു തരും. പൊതുവിൽ നിങ്ങളുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു, റൈറ്റ്? ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഈ കൊച്ചു പറയാതെ എനിക്കൊന്നത് യു ആർ 23 നൗ 24 ഇവരെ കയറി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു IAS കൺഫർ ചെയ്ത് കിട്ടും. മനസ്സിലായോ? വർക്ക് ഹാർഡ്, റൈറ്റ്? യു ക്യാൻ മേക്ക് ഇറ്റ്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ IAS കൺഫർ ചെയ്ത് കിട്ടാൻ നിൽക്കാതെ നേരെ സിവിൽ സർവീസും കൂടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 26-27 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു IASകാരനായിട്ട് കയറാൻ പറ്റണം. ഓക്കെ, അതിന് പറ്റും, പ്രൊവൈഡഡ് യു ഹാവ് ദ ഡിറ്റർമിനേഷൻ. ഓക്കെ ഓക്കെ മാഡം. താങ്ക് യു. താങ്ക് യു.